ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവഷ്ടമേടിയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. ലോകചരിത്രം പരിശോധിക്കുമ്പോൾ സത്യം പറയുന്നവർ കുരിശിലേറ്റപ്പെടുക സ്വാഭാവികമായൊരു കാര്യമാണ്. ലോകത്തിന്നോളം തുടർന്നു വന്ന സത്യാന്വേഷണങ്ങളും സത്യപ്രഘോഷണങ്ങളും നേരിട്ടിട്ടുള്ളത് അതിക്രൂരമായ പീഡനങ്ങളാണെന്നിരിക്കെ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർ അവഹേളിക്കുന്നതും വെല്ലുവിളിക്കുന്നതും ആക്രോശിക്കുന്നതും ഒന്നും ഒരു കാര്യമായി പരിഗണിക്കുന്നില്ല. അതിനേക്കാളൊക്കെ നമ്മെ വ്യാകുലപ്പെടുത്തുന്നത് വിശ്വാസം എന്ന അടിസ്ഥാന പ്രമാണത്തെ അന്ധവിശ്വാസത്തിന്റെ അണുക്കൾ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. രോഗാതുരമായ ഒരു വിശ്വാസത്തിനകത്താണ് നാം ജീവിക്കുന്നത് എന്നത് പോലും ഒരുപക്ഷെ നമ്മൾ അറിയാതെ പോകും. എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? എന്താണ് വിശ്വസിക്കുന്നത്? വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വം എന്താണ്? എങ്ങനെയാണ് വിശ്വാസത്തിൽ പുരോഗമിക്കേണ്ടത്? ഇതിലൂടെ എന്ത് നേടാനാണ് ലക്ഷ്യം വെക്കുന്നത് എന്നതൊക്കെ ഒരു സന്ദേഹാവസ്ഥയിൽ കുടുങ്ങിയിട്ടുള്ളതായി നമുക്ക് കാണാം. വിശ്വാസി എപ്പോഴും ഇങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ യഥാർത്ഥ വിശ്വാസം എന്ത് എന്നറിയാതെ നിബദിക്കാം. ലിസ്ബിയയിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ നമുക്കറിയാമല്ലോ. എങ്ങനെ ജീവിച്ചയാളാണ്? ജീവിതത്തിൽ ഉടനീളം ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ എരിഞ്ഞ് ജീവിച്ച ഒരാൾ. ബാലികയായിരിക്കെ കർത്താവിനോടൊപ്പമായിരിക്കാൻ വേണ്ടി ജീവിതത്തിൽ നേരിട്ട പ്രതിബന്ധങ്ങളെയൊക്കെ മറികടന്ന് മാർപ്പാപ്പയുടെ പ്രത്യേക അനുമതിയൊക്കെ വാങ്ങി മിണ്ടാമഠത്തിലെ സന്യാസ അനുഭവത്തിലേക്ക് പ്രവേശിച്ച കൊച്ചുത്രേസ്യ. അവിടെ വെച്ചും അവൾ അനുഭവിക്കുന്നത് കഠിനമായ രോഗങ്ങളാണ്, പിതാവിന്റെ മാനസിക രോഗമാണ്. ജീവിതത്തിൽ ഉടനീളം വേദനകൾ മാത്രം സ്വീകരിച്ചു പോകുന്ന ഒരു പെൺകുട്ടി, നിത്യവ്രത വാഗ്ദാനത്തോടടുത്ത് കിടപ്പിലായി പോകുന്ന ഒരു പെൺകുട്ടി ജീവിതാന്ത്യത്തിൽ നേരിടുന്നത് കടുത്ത പ്രലോഭനത്തെയാണ്. അവൾക്ക് സംശയമുണ്ടാവുകയാണ്. സ്വർഗമുണ്ടോ, നരകമുണ്ടോ, ദൈവവിളി ശരിയാണോ, താൻ തിരഞ്ഞെടുത്ത പാത ശരിയാണോ? ഈ സന്ദേഹാവസ്ഥയെ മറികടക്കാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ അവൾ ഒടുവിൽ മദർ സുപ്പീരിയറോട് തുറന്നു പറയുന്നുണ്ട്. നാം തിരിച്ചറിയേണ്ടത് വിശ്വാസം എപ്പോഴും ഇങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കും, സന്ദേഹാവസ്ഥയിൽ കൊടുക്കും. നമ്മൾ വിശ്വസിക്കുന്നത് നിരന്തരം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ വിശ്വാസം അപകടകരമായ ഒരു നൂൽപ്പാലത്തിലൂടെയുള്ള യാത്രയായി മാറും. ലോകത്ത് സാമാന്യഗതിയിൽ ജീവിക്കുന്നതും വിശ്വാസത്തിൽ ജീവിക്കുന്നതും തമ്മിലുള്ള ഒരു വകഭേദമാണ്. അതേസമയം തന്നെ നാം മനസ്സിലാക്കേണ്ടത് വിശ്വസിക്കാത്തവരും അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങുന്നവരുമൊക്കെ ഇത്തരത്തിൽ ഒരു നൂൽപ്പാലത്തിന്റെ യാത്രയിലൂടെയാണ്. മനുഷ്യന് അടിയുറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ വിശ്വാസത്തിൽ ദൃഢത വേണം. വിശ്വാസം ഹൃദയത്തെ ഭരിക്കുന്ന ഒന്നായി മാറണം. അത് പരിശുദ്ധാത്മാവിൽ മാത്രം സാധ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് എഫേസ്യർ 2:8 പറയുന്നത്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. 9-ാം വാക്യം തുടർന്ന് പറയുന്നു, അത് ദൈവികദാനമാണ്. അങ്ങനെ ഒരു ദൈവികദാനമായ വിശ്വാസം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ടെന്നും ദൈവകൃപയാൽ നമുക്ക് ലഭിച്ച വിശ്വാസത്തിൽ അടിയുറച്ച് മുൻപോട്ട് പോകണമെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അന്ധവിശ്വാസങ്ങളും അബദ്ധവിശ്വാസങ്ങളും ഒക്കെ പ്രചരിക്കുന്നതിനിടയ്ക്ക് ദൃഢമായ ഒരു പാതയിലൂടെ മുൻപോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മ സഹായത്തിലൂടെ സാധിക്കൂ. സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രബോധനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മുൻപോട്ട് പോയി മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയൂ. അത് കേവലമായ ഒരു അറിവായി സ്വീകരിക്കുന്നതിനേക്കാൾ ജീവിതാനുഭവമായി ഇഴചേർന്ന് പോകുന്ന ഒന്നായി സ്വീകരിക്കണമെങ്കിൽ സഭയെ പഠിക്കണം, വിശുദ്ധാത്മാക്കളെ കുറിച്ച് ധാരണ വേണം. അങ്ങനെയല്ലാത്ത സമയത്ത് ഈ സന്ദേഹം നമ്മെ പിടികൂടും. ഈ സന്ദേഹാവസ്ഥയെ മറികടക്കാൻ വിശ്വാസത്തിൽ ഉറപ്പുള്ള ഹൃദയമുണ്ടാകാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം നമുക്ക് ആവശ്യം വരും. ഇവരൊക്കെ ജീവിച്ച് കാണിച്ചു തന്ന മാതൃകയിൽ വിശ്വാസ വഴിയിലൂടെ ചരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വിശുദ്ധാത്മാക്കളുടെ ജീവിതം നമുക്ക് നൽകുന്നത്. ഇന്ന് പതിവിന് വിപരീതമായി ഒരു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കും. ബെനഡിക്ട് പാപ്പ എഴുതിയ ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി എന്ന ഗ്രന്ഥത്തിൽ ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വന്തമായ കഥയല്ല. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും ജീവിച്ചിരുന്ന ആ ഒരു കാലയളവിലുണ്ടായിരുന്ന മാർട്ടിൻ ബൂബർ എന്ന് പറയുന്ന
തത്വചിന്തകനും ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനുമായിരുന്ന ഒരാളുടെ കഥയാണ് അവിടെ ബെനഡിക്റ്റ് പാപ്പ പറയുന്നത്. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ എഴുതുന്ന ഞാനും നീയും എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിന്റെ കർത്താവാണ് മാർട്ടിൻ ബൂളർ. അദ്ദേഹത്തിന്റെ എഴുത്തിൽ നിന്നാണ് ബെനഡിക്റ്റ് പാപ്പ ഒരു കഥാശകലം എടുക്കുന്നത്. കഥയിൽ ഒരു കഥാപാത്രം എൻലൈറ്റ്മെന്റ് പീരീഡിന്റെ ഒരു അനുയായിയാണ്, യുക്തിയുഗത്തിന്റെ ഒരു അനുയായി, യുക്തിചിന്തകനാണ്. ഒരാളാകട്ടെ ഒരു യഹൂദ റബ്ബിയാണ്. ഈ യുക്തിയുഗത്തിന്റെ അനുയായി എന്ന് പറഞ്ഞാൽ നല്ല അറിവുള്ള മനുഷ്യനാണ്, അറിവില്ലാത്ത ഒരാളല്ല. അയാളൊരു യഹൂദ റബ്ബിയെ സമീപിക്കുകയാണ്. അയാൾ യഹൂദ റബ്ബിയെ കാണുന്നത് അദ്ദേഹവുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടാനാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ഉലയ്ക്കാനും ചോദ്യം ചെയ്യാനും താൻ പറയുന്നത് സ്ഥാപിച്ചെടുക്കാനും വേണ്ടിയാണ് ഈ യുക്തിയുഗത്തിന്റെ അനുയായി റബ്ബിയെ സമീപിക്കുന്നത്. റബ്ബിയുടെ മുറിയിലേക്ക് അയാൾ കടന്നു വരുമ്പോൾ കാണുന്നത് കയ്യിലൊരു പുസ്തകവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന റബ്ബിയെയാണ്. ആദ്യമൊന്നും റബ്ബി അയാളെ പരിഗണിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു കഴിഞ്ഞ് റബ്ബി അയാളെ ഒന്ന് അലസമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, ഒരുപക്ഷെ ഇത് സത്യമായിരിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അലസമായി ഈ യുക്തി ചിന്തകനെ നോക്കുക. ആ നോട്ടമേറ്റപ്പോ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോ യുക്തിചിന്തകന്റെ അടി പതറി. തർക്കത്തിനൊരു അവസരം കൊടുക്കുകയല്ല ചെയ്തത്, അവിടെ ഒരു സന്ദേഹം ജനിപ്പിക്കുക. ആ സന്ദേഹം അയാളെ അടിമുടി വിറപ്പിച്ചു. റബ്ബിയെ നോക്കാൻ തന്നെ അയാൾ ഭയപ്പെട്ടു. റബ്ബിയുടെ സംഭാഷണം അയാളെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ലേവി ഇച്ഛാക്ക് എന്ന് പറയുന്ന റബ്ബി യുക്തിചിന്തകനോട് പറഞ്ഞു, എൻ്റെ മകനെ, തോറയുടെ മോശയുടെ നിയമത്തിന്റെ പണ്ഡിതന്മാർ നിന്നോട് സംസാരിച്ച് സമയം പാഴാക്കി. അവരുടെ പക്കൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ നീ അവരെ കളിയാക്കി ചിരിച്ചു. സംവാദത്തിന്റെ മേശപ്പുറത്ത് ദൈവത്തെ പ്രതിഷ്ഠിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, എനിക്കും കഴിയില്ല. എങ്കിലും ചിന്തിക്കൂ മകനെ, ഇത് സത്യമാണെങ്കിലോ? യുക്തിയുഗത്തിന്റെയും പ്രബോധനപരമായ ഉയർച്ചയുടെയും നടുവിൽ നിൽക്കുന്ന അയാൾ റബ്ബിയുടെ വാക്കുകൾ എതിർത്തു. പക്ഷേ ഒരു പക്ഷേ എന്ന വാക്ക്, ഒരു പക്ഷേ ഇത് സത്യമാണെങ്കിലോ? ഒരു പക്ഷേ ഇത് സത്യമായിരിക്കാം. ആ ഒരു പക്ഷേ എന്ന വാക്ക് യുക്തിയുഗത്തിന്റെ എല്ലാ ശക്തിയും സമാഹരിച്ച് ആ മനുഷ്യനെ വേട്ടയാടി. അയാൾ തകർന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ്, വിശ്വാസത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് വ്യക്തമായ അവബോധമുണ്ടാക്കാൻ ഒരു സംവാദത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്ക് കഴിയുക. അത് വിശ്വാസമില്ലാത്തവരും വിശ്വാസമുള്ളവരും എന്ന നിലയ്ക്ക് പുറത്തുള്ള ഒരാളുമായുള്ള സംഭാഷണത്തിലല്ല, വ്യക്തിപരമായി നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താണ് വിശ്വാസമെന്നും എന്തിനാണ് വിശ്വസിക്കുന്നതെന്നും വിശ്വാസം വഴി എന്ത് നേടാമെന്നാണ് പ്രത്യാശിക്കുന്നതെന്നും എന്തിനാണ് മനസ്സുറച്ചിട്ടുള്ളതെന്നും സ്വയം ഒന്ന് തിരിച്ചറിയാൻ നാം പരിശോധിക്കണം. സ്വയം തിരിച്ചറിയാത്ത, അന്വേഷണാത്മകമല്ലാത്ത ഒരു വിശ്വാസ വഴി യഥാർത്ഥത്തിൽ നമ്മെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കും. യുക്തി എന്നത് കേവലമായ മാനുഷിക യുക്തിയെക്കുറിച്ചല്ല പറയുക, ദൈവികമായ യുക്തിയുണ്ട്. നാം എന്തിന് ദൈവത്തിൽ വിശ്വസിക്കണമെന്നും എന്താണ് വിശ്വാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്നും വ്യക്തമായ ബോധമില്ലാതെ പോകുമ്പോഴാണ് അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മൾ ചെന്ന് പറ്റുക. ഭൗതിക ജീവിതത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ളതാണോ വിശ്വാസം? ഭൗതിക ജീവിതത്തെ നിത്യമായൊരു ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ട വഴിയായിട്ടാണോ വിശ്വാസം നിലനിൽക്കുന്നത്? നാം ഏത് തരത്തിലാണ് വിശ്വാസത്തെ പരിഗണിക്കുന്നത്? നാം പലപ്പോഴും പരിഗണിക്കുന്നത് ആധുനികമായ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉതകുന്ന ഒരു ഉപാധിയായി വിശ്വാസത്തെ സ്വീകരിച്ചുകൊണ്ടാണ്. വിശ്വാസം എന്ന യാഥാർത്ഥ്യത്തിന് നേർവിപരീതവും പരമാബദ്ധവുമായ ഒന്നാണ് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാട്. വിശ്വാസം വഴി കൃപയാൽ നാം രക്ഷിക്കപ്പെടുന്നു എന്നിടത്താണ് വിശ്വാസത്തിന്റെ മൂല്യം നാം കാണേണ്ടത്. ഭൗതിക ജീവിതത്തെ വിശ്വാസ ബോധ്യത്തിലൂടെ നാം പുനർനിർണയിക്കുന്നു. ജീവിതത്തിന്റെ അർത്ഥത്തെ സംബന്ധിച്ചും ജീവിതം എത്തിച്ചേരേണ്ട ലക്ഷ്യത്തെ സംബന്ധിച്ചുമുള്ള ബോധ്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനത്തിലെത്താൻ നമുക്ക് എപ്പോൾ കഴിയുന്നുവോ അപ്പോൾ മാത്രമേ വിശ്വാസം എന്നത് പ്രായോഗികമായ രക്ഷയുടെ വഴിയായിട്ട് മാറും. ഇന്ന് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഴപ്പം, വിശ്വാസം എന്നത്
ദൈവത്തെ ജീവിതത്തിൽ അനുഭവിക്കുക വഴി ദൈവാനുഭവത്തിന്റെ തലത്തിലേക്ക് ഉയരാനും ആ ദൈവാനുഭവത്തിലൂടെയുള്ള യാത്ര നിത്യരക്ഷയിൽ ചെന്നെത്താനും ഇടയാകും വിധമെന്ന ധാരണയെ മൂടിവെക്കുന്നതും അതേസമയം നമ്മുടെ താൽക്കാലിക ആവശ്യങ്ങൾ നിറവേറിയെടുക്കാനുള്ള കേവല ഉപാധിയായി വിശ്വാസത്തെ തെറ്റിദ്ധരിക്കുന്നതുമാണ്. ക്രൈസ്തവ വിശ്വാസം ഒരിക്കലും ഈ ലോക താല്പര്യങ്ങൾ നിറവേറ്റിയെടുക്കാനുള്ള കുറുക്കുവഴിയല്ല. അതന്വേഷിച്ച് നമ്മൾ അധികം പോകേണ്ടതില്ല. നമുക്ക് അബ്രഹാമിൽ തുടങ്ങാം. പഴയ നിയമത്തിൽ അബ്രഹാം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം വിശ്വാസിയായിരിക്കുന്നത് എന്തെങ്കിലും സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ല. ദൈവം പറഞ്ഞ വാക്കുകേട്ട്, ദൈവം പറഞ്ഞ വിളി കേട്ട് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുന്ന ഒരാളെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുക. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വിളിക്കുന്നു, നീ എന്റെ പക്ഷം ചേരണം. ഇത് പറയുന്നത് കൽദായനായ ഒരാളോടാണ്. അദ്ദേഹം ഒരു വിശ്വാസിയല്ല, ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല. ജീവിക്കുന്ന വഴിയാകട്ടെ ബിംബനിർമ്മാണത്തിൻ്റെതാണ്. അത് അങ്ങേയറ്റം ദൈവവിരുദ്ധമായ പ്രവൃത്തിയാണ്. അങ്ങനെ ആയിരിക്കുമ്പോഴും ആ ബിംബനിർമ്മാണത്തിലൂടെ വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പൈതൃക വഴിയിൽ നിന്ന് ഒരാളെ പിടിച്ച് ദൈവം തന്റെ ഇഷ്ടത്തിലേക്ക് നയിക്കുന്നു. ദൈവം പറയുന്ന വാക്ക് കേട്ട് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുന്ന ഒരാളെയാണ് അബ്രഹാമിൽ നമുക്ക് കാണാൻ പറ്റുക. അബ്രഹാമിന്റെ ജീവിതത്തെ മുഴുവൻ എടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനല്ല പറയുന്നത്. അവിടെ അബ്രഹാം സ്വീകരിച്ചൊരു നിലപാട് ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തിന്റെ പക്ഷം ചേരുന്നു. അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, അബ്രഹാം തന്നെയും ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അപ്പൊ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാൻ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാന ബോധ്യമായി ഉണ്ടാകേണ്ടത് ദൈവത്തിലേക്ക് നാം നമ്മെ തന്നെ എടുത്തു വെക്കുന്നുവെന്നാണ്. സമഷ്ടിയായ ദൈവത്തിലേക്ക് സൃഷ്ടിയായ ഒന്ന് തന്നെ തന്നെ ചേർത്ത് വെക്കുന്നതിന്റെ പേരാണ് വിശ്വാസം. അത് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തെ എന്നിലേക്ക് ഇറക്കിക്കൊണ്ടിരുന്ന പ്രവൃത്തിയല്ല. സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? ഉടമയായ ദൈവത്തെ എക്സിക്യൂട്ടീവായി മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ്. ദൈവം എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നും ദൈവം എൻ്റെ ഉടയവനാണെന്നും അവൻ്റെ ഇഷ്ടമാണ് നിറവേറേണ്ടതെന്നും അവൻ്റെ ഇഷ്ടമാണ് എനിക്ക് ദാനമായി കിട്ടിയ ജീവിതമെന്നും അതുകൊണ്ട് നന്ദിയോടെ അവൻ്റെ സന്നിധിയിൽ വ്യാപരിക്കുകയാണ് പരമപ്രധാനമെന്നും ആ ജീവിതമാണ് നീതീകരിക്കപ്പെടുക എന്നും കരുതേണ്ടതിന് പകരം നാം ഇന്ന് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാനുള്ള ഒരു ഉപാധിയായി, ഒരു എക്സിക്യൂട്ടീവായി കാര്യങ്ങൾ നിർവഹിച്ചു തരുന്ന ഒരാളായി ദൈവത്തെ തെറ്റിദ്ധരിക്കുന്നു. അടിസ്ഥാനപരമായ ഈ പിഴവാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നിരവധിയായ അന്ധവിശ്വാസങ്ങളെ കൊണ്ടുവന്ന് വെക്കുന്നത്. അന്ധവിശ്വാസത്തിന്റെ വ്യാപാരികൾ എന്ന പേരിൽ ചില പ്രഘോഷണങ്ങളെയും പ്രബോധനങ്ങളെയൊക്കെ എടുത്ത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അവിടെ അസഹിഷ്ണുത ഉണ്ടാവുന്നതിന്റെ കാരണം എന്താ? വിചാരിക്കുന്നത് മുഴുവനും ഈ കാര്യം നേടുക എന്നതാണ് വിശ്വാസം എന്നൊരു തെറ്റിദ്ധാരണയുടെ അടിയുറച്ച ബലത്തിലാണ് ഇത്തരക്കാർ ജീവിക്കുന്നത്. അവിടെ കാര്യം കാണാനുള്ളതല്ല വിശ്വാസം എന്ന് പറയുമ്പോൾ പിന്നെ എന്തിന് വിശ്വസിക്കണം എന്ന നിലയ്ക്ക് കടുത്ത സംശയം, സന്ദേഹം അവരെ ഭരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം ദൈവദാനമാണെന്നും അത് ദൈവേഷ്ടപ്രകാരം ജീവിക്കേണ്ടതാണെന്നും ദൈവം തരുന്നതെല്ലാം കൈനീട്ടി സ്വീകരിക്കുന്ന മനോഭാവം നമുക്കുണ്ടാകേണ്ടതാണെന്നും പഴയ നിയമം പോലും നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്പൊ ജോബിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാവുന്നത് അതാണ്. ദൈവത്തിൽ നിന്ന് നന്മകൾ സ്വീകരിക്കുന്ന നമ്മൾ തിന്മകളും സ്വീകരിക്കേണ്ടതല്ലയോ? അത് ദൈവം തിന്മ നൽകുന്ന അർത്ഥത്തിലല്ല. ജീവിതത്തിന്റെ രണ്ടു മുഖങ്ങളെയും, നമുക്ക് സുഖകരമായ സന്തോഷകരമായ അനുഭവങ്ങളെയും വിപരീതമായ അനുഭവങ്ങളെയും ഒരേ വണ്ണം സ്വീകരിക്കേണ്ടതല്ലേ? നാം ഈ ലോകത്ത് ജീവിക്കുന്നത് വ്യക്തമായ ഒരു തിരിച്ചറിവോടെയാകണം. നമ്മുടെ ജീവിതം നമ്മുടേതല്ലെന്നും ദൈവദാനമാണ്. വാസ്തവത്തിൽ നമ്മൾ വ്യക്തിയാണെന്നിരിക്കട്ടെ, നമുക്ക് ദൈവിക ബന്ധമില്ലെന്നിരിക്കട്ടെ, എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, ഈ ജീവിതം കൊണ്ട് എന്ത് നേടാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അവബോധത്തിലേക്ക് എത്താൻ അത്തരത്തിലൊരാൾക്ക് എങ്ങനെ കഴിയും? ഈ ലോക ജീവിതം കേവലമായ ഒരു താൽക്കാലികതയാണെന്ന് ചിന്തിച്ചാൽ ധാർമ്മികമായ ചുവടുവെപ്പുകൾക്ക് എന്തടിസ്ഥാനമുള്ളത്? സ്നേഹം അപ്രസക്തമാവും.
സത്യം അപ്രസക്തമാവും. ഇപ്പോഴത്തെ ജീവിതമാണ് പ്രധാനം. അതുകൊണ്ട് ഇപ്പോ തിന്നുക, കുടിക്കുക, ഉറങ്ങുക എന്നത് മാത്രമാണ് മനുഷ്യപ്രകൃതിക്കുള്ള ഏക ലക്ഷ്യമെന്ന് വന്നാൽ ജീവിതം എങ്ങനെയായി തീരുമെന്ന് ആലോചിച്ച് നോക്കി. അവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ച് പോലും അയാളുടെ ജീവിതം അയാളുടേത് മാത്രമല്ല, അയാൾക്ക് വേണ്ടി മാത്രമല്ല, അയാളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയായി ദാനമായി നൽകാൻ തന്നെ ആന്തരികമായി പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയെ അയാൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ പോലും പിന്തുടരുന്നുണ്ട്. സ്വാഭാവികമായി ഒറ്റയ്ക്ക് നിൽക്കാൻ സാധ്യമല്ല, പ്രവൃത്തിയില്ലാതെ നിൽക്കാൻ സാധ്യമല്ല. കൂട്ടം ചേർന്ന് നിന്നില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. പാരസ്പര്യത്തിലല്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധ്യമല്ല. മനുഷ്യകുലം സ്തംഭിച്ചു പോകുന്നൊരിടാണ് ഞാൻ മാത്രം എന്ന ചിന്തയിലേക്ക് പോകുന്നത്. അതല്ലെങ്കിൽ എനിക്ക് ഇപ്രകാരം ഒരു ധാർമ്മികമായ ബാധ്യതയുണ്ട് എന്ന ബോധ്യം നിലനിൽക്കാതെ പോകുന്നൊരു സമയത്ത് നിശ്ചയമായും അയാൾ വീണുപോകും. പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. നാം പിടിച്ചു നിൽക്കുന്നത് എവിടെയാണ്? നാം പിടിച്ചു നിൽക്കുന്നത് സ്നേഹത്തിലാണ്, സാഹോദര്യത്തിലാണ്, സത്യത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നാം അമൂർത്തമായ ഒന്നിനെ പിന്തുടരുന്നുണ്ട്. ആ അമൂർത്തമായ ഒന്ന് ദൈവമാണ്. ആ ദൈവത്തെ നാം സ്നേഹിക്കുകയും ആ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിനകത്ത് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചു നോക്കുകയും ചെയ്യും. ഇത് കഠിനമായ വാക്കുകളായി പോകുന്നെങ്കിൽ ക്ഷമിക്കുക. നമ്മുടെ ജീവിതം നമ്മുടേതല്ലെന്നും അത് ദൈവനിയോഗമാണെന്നും അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നിടത്ത് ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും ഒക്കെ എങ്ങനെ സ്വീകരിക്കണമെന്നും അതിലൂടെ എങ്ങനെയാണ് രക്ഷാനുഭവത്തിലേക്ക് എത്താൻ കഴിയുകയെന്നും പഠിപ്പിക്കുന്നവരാണ് അബ്രഹമായാലും പരിശുദ്ധ അമ്മയായാലും സകല വിശുദ്ധരുമായാലും. അവരുടെ ജീവിതം പരിശോധിക്കുമ്പോഴാണ് ദൈവവചനത്തിന്റെ പ്രായോഗിക തലങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചുലേസ്യ വിശുദ്ധയായിരിക്കുന്നത്. തന്റെ ജീവിതം തൻ്റേത് മാത്രമല്ലെന്നും തന്റെ ഇഷ്ടപ്രകാരം അത് വിനിയോഗിക്കുന്നതിലല്ല, ദൈവം നൽകുന്ന ജീവിത സാഹചര്യങ്ങളെയും ജീവിതാനുഭവങ്ങളെയും ക്രിസ്തുവിൽ കാണാൻ കണ്ണു തുറക്കുന്നതിന്റെ പേരാണ് വിശ്വാസമെന്ന് കൊച്ചുലേസ്യ വെളിപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ അൽഫോൻസ് വെളിപ്പെടുത്തുന്നുണ്ട്. സെബസ്ത്യാനോസ് വെളിപ്പെടുത്തുന്നുണ്ട്. ഇവരുടെയൊക്കെ ജീവിത വഴിയിലൂടെയാണ് നാം മുമ്പോട്ട് പോകുന്നത്. ഇങ്ങനെ വിശുദ്ധാത്മാക്കൾ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടിയ വഴികളൊക്കെ ഈ ജീവിതത്തെ സ്വീകരിക്കുന്നതായിട്ടാണ്, ദൈവകരങ്ങളിൽ നിന്ന് ദാനമായി സ്വീകരിക്കുന്നതായിട്ടാണ്. കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് പരിതാപമില്ലാതെ, പരിഭവമില്ലാതെ ദൈവം നൽകിയ ജീവിതാവസ്ഥകൾക്കൊക്കെ നന്ദി പറഞ്ഞ് ദൈവത്തിന് സ്തുതിയായും പ്രതിസ്നേഹമായും ജീവിക്കേണ്ടത് എങ്ങനെയെന്നാണ് വിശുദ്ധാത്മാക്കൾ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മുടെ കാര്യസാധ്യത്തിനുള്ള ഉപാധിയാക്കി മാറ്റാൻ, വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളെ അവിടിവിടങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് സ്വന്തം ആശയഗതികൾക്കനുസരിച്ച് പ്രയോഗിക്കുക എന്ന കേവല തന്ത്രം യഥാർത്ഥത്തിൽ വിശ്വാസത്തെ കേവല ആശയമായിട്ട് പുറന്തള്ളുന്നതാണ്. ഒരാശയത്തിന്റെ പ്രത്യേകത അത് പുറന്തള്ളപ്പെടാൻ എളുപ്പമാണ്. ഒരാളത്വത്തിന്റെ പ്രത്യേകത അത് പുറന്തള്ളാൻ കഴിയാത്തതാണ്. ആളത്വം എന്നത് ക്രിസ്തുവിൽ സമ്പൂർണമായി നമുക്ക് വേണ്ടി നൽകപ്പെട്ടത് ക്രിസ്തു അനുഗമനം സാധ്യമാകുമെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. പഴയ നിയമ കാലഘട്ടത്തിലൊക്കെ സദ്വചനങ്ങളാൽ നിങ്ങളെ നിയന്ത്രിക്കാൻ നോക്കുന്ന ഒരു ദൈവത്തെ കാണാൻ പറ്റും. ആ ദൈവം നന്മതിന്മകളെക്കുറിച്ച് ബോധ്യം നൽകുകയും ശിക്ഷ രക്ഷകളെക്കുറിച്ച് പഠിപ്പിക്കുകയും എന്നെ അനുഗമിക്കുന്നവരെ രക്ഷിക്കുമെന്നും എന്നെ തിരസ്കരിക്കുന്നവരെ ശിക്ഷിക്കുമെന്നാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, ഒരാളത്വത്തിനകത്ത് എങ്ങനെയാണ് പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തന്നെ എടുത്തു വെക്കേണ്ടതെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ കഴിയുന്നത്. യേശുക്രിസ്തു ഈ ഭൂമുഖത്ത് ജീവിച്ച് ജീവിതത്തിനകത്ത് എങ്ങനെയാണ് പിതാവിന് ഇഷ്ടമുള്ള ജീവിതം നയിക്കേണ്ടതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തലിനെ വിശ്വാസബോധ്യമായി സ്വീകരിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നുവെന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൽ ജീവിക്കാനായി ഹൃദയത്തെ അർപ്പിക്കുമ്പോഴാണ് വിശ്വാസം ഫലപ്രദമായ ഒന്നായിട്ട് മാറുക. കഷ്ടനഷ്ടങ്ങളും വേദനകളും ഞെരുക്കങ്ങളും ഒക്കെ ഭാരപ്പെടുത്തുന്നുണ്ട്. അവയൊന്നും നമ്മെ അസ്വസ്ഥരാക്കുന്നില്ല എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. അവയൊക്കെ ഉണ്ട്. അവയൊക്കെ ഉള്ളപ്പോഴും അവയെ മറികടക്കാനുള്ള ഒരു നൂൽപ്പാലമായിട്ടല്ല വിശ്വാസത്തെ കാണേണ്ടത്. ദൃഢമായി ദൈവപിതാവിൻ്റെക്കുള്ളൊരു വഴിയായി തിരിച്ചറിയാൻ പറ്റണം. ആ വഴി ഈ പ്രതികൂലങ്ങളെ ഭയപ്പെടാത്ത വഴിയാണ്. ഈ പ്രതികൂലങ്ങളെ ഭയപ്പെടാതിരിക്കുക എന്നാൽ ഈ പ്രതികൂലങ്ങൾ മുക്കിക്കളയുകയില്ല, നിത്യതയിലേക്ക് നാം നയിക്കപ്പെടുമെന്ന ബോധ്യമാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ കാതൽ.
ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്നും ക്രിസ്തുവിനെ നൽകി ആ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട സ്നേഹം എനിക്ക് വേണ്ടി മുറിവേറ്റിട്ടുണ്ടെന്നും അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തെയും പീഡകളെയും എനിക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നും അവനാണ് മുറിവേറ്റവനെന്നും ആ മുറിവേറ്റവനിൽ എൻ്റെ മുറിവുകളെല്ലാം സൗഖ്യമായി മാറുമെന്നും എനിക്ക് ബോധ്യമുണ്ടാകുമ്പോഴാണ് വിശ്വാസം എന്നിൽ പ്രയോഗക്ഷമമായിട്ട് മാറുക. അടിസ്ഥാനപരമായി ഈ ജീവിതത്തെ അതിജീവിച്ച് നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഈ ജീവിതത്തിലെ പ്രതിസന്ധികളെ തള്ളിമാറ്റുന്ന ഒന്നായിട്ട് വിശ്വാസത്തെ കാണരുത്. വിശ്വാസം എന്നത് എല്ലാറ്റിനെയും നേരിടാനുള്ള ശക്തിയാണ്. രോഗവും തകർച്ചയും പീഡനവും കഷ്ടതയും ഞെരുക്കവും അപമാനവും നിങ്ങളെ മൂടുമ്പോഴും ആ വെള്ളത്തിൽ നിങ്ങൾ ഒലിച്ചു പോകില്ലെന്നും അലിഞ്ഞു പോകില്ലെന്നും നിങ്ങൾ ഈ ലോകത്ത് ക്രിസ്തുവിൽ ഉദ്ധിതരായി പ്രകാശപൂർണിതരായി കാണപ്പെടുമെന്നും ഹൃദയബോധ്യമുണ്ടാകുമ്പോഴാണ് വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാൻ പറ്റുക. അത് ദൈവത്തോടുള്ള ദൈവസ്നേഹം നമ്മോട് പ്രകടിപ്പിച്ചതിനോടുള്ള ഒരു പ്രത്യുത്തരമാണെന്ന് നമുക്ക് കാണാൻ പറ്റണം. എനിക്ക് വേണ്ടി മുറിവേറ്റ ഒരുവൻ എൻ്റെ മുൻപിലുണ്ടായിരിക്കെ എൻ്റെ മുറിവുകളെ കുറിച്ച് വ്യാകുലപ്പെടുന്നതിന് പകരം എനിക്ക് മുൻപേ മുറിവേറ്റ ഒരുവനിലേക്ക് എൻ്റെ മുറിവുകൾ ചേർത്ത് വെച്ച് എൻ്റെ രക്ഷാനുഭവമായി ഈ ജീവിതത്തെ കാണാൻ എന്നെ പഠിപ്പിക്കുകയാണ് വിശ്വാസം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 13:5 പറയുന്നത്, യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ വിശ്വാസത്തിൽ നിങ്ങൾ ഈ പരീക്ഷയിൽ നിങ്ങൾ പരാജയപ്പെട്ടു. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷയിൽ പരാജയപ്പെട്ടു. യേശുക്രിസ്തു അകമേ ഉണ്ട് എന്നൊരു ബോധ്യമുണ്ടാവുകയും എൻ്റെ ജീവിതത്തിലെ ദുരിത വഴികളിൽ ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് ഹൃദയമുറച്ച് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ജീവിതം വെച്ച് നീട്ടുന്ന സന്ദേഹാവസ്ഥകളെ മറികടക്കാൻ പറ്റുക. നാം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ മാറ്റിയെടുക്കാനാണ്. ഭർത്താവ് മാറാൻ, ഭാര്യ മാറാൻ, മക്കൾ മാറാൻ, കഷ്ടത മാറാൻ, രോഗം മാറാൻ, അങ്ങനെ മാറ്റിയെടുക്കാനും തട്ടി നീക്കാനും കഷ്ടതകൾ ഞെരുക്കത്തിനും അകന്ന് സുഖപൂർണമായ ഒരു ജീവിതം, സന്തുഷ്ടമായ ഒരു ജീവിതം ഭൂമിയിൽ സാധ്യമാക്കാനും വേണ്ടിയുള്ള നിരന്തര ശ്രമത്തിലാണ് നമ്മൾ. ആ നിരന്തര ശ്രമം നമ്മെ കൊണ്ടെത്തിക്കുന്നത് എപ്പോഴും പരാതികളിലും പരിഭവങ്ങളിലുമാണ്, ഞെരുക്കങ്ങളിൽ തന്നെയാണ്. കണ്ണീരാറ്റിൽ മുങ്ങിയാണ് നമ്മുടെ ജീവിതം. നമുക്കൊരിക്കലും വെളിച്ചം കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്രകാരം ലോകത്തിന്റെ ആധിപത്യം, പ്രതികൂലതകൾ നമ്മെ നേരിടുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന വിശ്വാസത്തിന്റെ കരുത്തുള്ള പടയാളിയായി എനിക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയണമെങ്കിൽ അവിടെ ഈ അന്ധതയ്ക്കെതിരായി ക്രിസ്തുവിന്റെ പ്രകാശം ഹൃദയത്തിൽ ഉണ്ടാവണം. ആ പ്രകാശത്തിന്റെ വഴിയെ ചലിക്കാൻ പറ്റണം. അതല്ലെങ്കിൽ ഉറുപ്പ് വഴിയായി നാം തേടുന്ന അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മെ കൊണ്ടെത്തിക്കുക നിത്യമായ അന്ധകാരത്തിലായിരിക്കും. അതുകൊണ്ടാണ് കാര്യം കാണാനുള്ള ഉപാധിയായി പ്രാർത്ഥനയെ കാണുന്ന, കാര്യം കാണാനുള്ള വഴിയായി വിശ്വാസത്തെ കാണുന്ന എല്ലാത്തരം പ്രയോഗങ്ങൾക്കുമെതിരെ സംസാരിക്കേണ്ടി വരുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഞെരുക്കം ഉദ്ധാനത്തിന് മുന്നോടിയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രതികൂലത്തെ ജയിക്കുമെന്ന് മാത്രമല്ല ലോകസമക്ഷം പ്രശോഭിക്കും, ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവരായിട്ട് മാറും. അതേസമയം നാം നിരന്തരമായി പരാതിപ്പെടുകയും പരിഭവിക്കുകയും ദൈവമേ ഈ കഷ്ടത നീക്കണമേ എന്ന് അർത്ഥിക്കുകയും അങ്ങനെ കഷ്ടതയിൽ കുടുങ്ങി മരിക്കുകയും ആ കഷ്ടത നീങ്ങിക്കിട്ടാൻ എന്തെങ്കിലും കുറുക്ക് വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുകയും ഒടുവിൽ തീർത്തും ദൈവവിരുദ്ധമായ, സ്നേഹവിരുദ്ധമായ, യുക്തിവിരുദ്ധമായ, സത്യവിരുദ്ധമായ ഒരു വഴിയിലേക്ക് നാം ചെന്ന് പതിക്കുകയും ചെയ്യും. അങ്ങനെ പതിക്കുന്നത് കൊണ്ടാണ് പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ വിശ്വാസ സമൂഹത്തെ ചൂഴ്ന്നു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കൂട്ടങ്ങൾ പെരുകുന്നത്, ആൾദൈവങ്ങൾ പെരുകുന്നത്. അന്ധവിശ്വാസങ്ങളെ കേവലമായി പറഞ്ഞ് ഈ അന്ധവിശ്വാസത്തിന്റെ പ്രഘോഷകരെ മാത്രം എതിർക്കുന്നത് കൊണ്ട് ഇത് തീരുമെന്ന ബോധ്യം നമുക്കില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചുര പ്രചാരം നേടുന്നവയെ കുറിച്ച് നമ്മൾ പറയുന്നേ ഉള്ളൂ. അടിസ്ഥാന ബോധ്യമായി ഒരു അന്ധവിശ്വാസം നമ്മെ ഭരിക്കുന്നു. ഈ ലോകത്തിന്റെ താൽക്കാലികതകളെ മറികടക്കാനുള്ള, പരിഹരിച്ചു കിട്ടാനുള്ള കുറുക്കു വഴിയാണ് വിശ്വാസം, കുറുക്കു വഴിയാണ് ദൈവം, കുറുക്കു വഴിയാണ് പ്രാർത്ഥന. ഈ കുറുക്കു വഴി തീർത്തും അബദ്ധമാണെന്നും ഇതിന് മീതെ നടക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നും നമ്മൾ തിരിച്ചറിയണം. നമ്മൾ നടക്കുന്നത് വെള്ളത്തിന് മീതെയാകണം. സംസാര സാഗരത്തിന് മീതെ ക്രിസ്തുവിൽ നമുക്ക് നടക്കാൻ കഴിയും, വിശ്വാസം വഴി കഴിയും. അതൊരു വെളിപ്പെടുത്തുന്ന ഒരു സംഭവം സുവിശേഷത്തിലുണ്ടല്ലോ. യേശു വെള്ളത്തിന് മീതെ നടക്കുന്നു, കടലിൽ തിരമാലകൾ ഇളകുന്നു. അത് കണ്ട് വിശുദ്ധ പത്രോസ്
യേശുവിനോട് സഹായം ചോദിക്കുന്നു. യേശു പറയുന്നു, അടുക്കിലേക്ക് വരൂ. യേശുവിന്റെ ആ ഒരു വാക്ക് കേട്ട് ഹൃദയത്തിൽ ആ വാക്കുറച്ചുകൊണ്ട് വിശുദ്ധ പത്രോസ് വെള്ളത്തിന്റെ മീതെ നടക്കാൻ തുടങ്ങുന്നു. നടക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ കടലിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. കടലിൽ ഉയർന്ന തിരമാലകളെ കാണുന്നു. പത്രോസ് മുങ്ങിത്താഴുന്നു. രക്ഷിക്കണമേ എന്ന് വിശുദ്ധ പത്രോസ് കർത്താവിനോട് അപേക്ഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസത്തിന്റെ വഴിയെ ചരിക്കുമ്പോൾ വീഴ്ചകൾ ഉണ്ടാകാം, ഉയർച്ച കാഴ്ചകൾ ഉണ്ടാകാം, വിശ്വസിക്കാൻ കഴിയാതെ പോകുന്ന സമയമുണ്ടാകാം. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകുന്നതൊന്നും മോശമായിരിക്കില്ലെന്നും എൻ്റെ ദൈവം എൻ്റെ കഷ്ടതകൾ എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്നും ഞാൻ നേരിടുന്ന എല്ലാ പ്രതിബന്ധങ്ങളും ഒരു ഉദ്ധാന അനുഭവം എനിക്ക് പകർന്നു നൽകാനുള്ളതാണെന്നും ഉറച്ചെപ്പോഴും ഒരേപോലെ വിശ്വസിക്കാൻ കഴിയണമെന്നില്ല, കഴിയുക സാധ്യവുമല്ല. കാരണം നാം മനുഷ്യപ്രകൃതിയാണ്, പരിമിതമായ ചുറ്റുപാടിലാണ് ജീവിക്കുന്നത്. ചുറ്റുപാടുകളിൽ നിന്ന് നമുക്കെതിരെ ഉണ്ടാകുന്ന എല്ലാത്തരം പ്രതികൂലങ്ങളോടും ഏറ്റുമുട്ടി മുൻപോട്ട് പോകുമ്പോൾ വിശ്വാസത്തിന്റെ പരിചയ കയ്യിലില്ലെങ്കിൽ, ദൈവവചനമാകുന്ന വാൾ കയ്യിലില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവുക പ്രയാസമാണ്. അതുകൊണ്ടാണ് ആത്മീയ സമരമായ ജീവിതത്തെ കാണണമെന്ന് എഫേസ്യർ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അത് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കുമെതിരായ യുദ്ധമാണ്. ലോകം തിന്മ നിറഞ്ഞതാണ്. ലോകത്ത് തിന്മയുണ്ട്. ആ തിന്മ ലോകത്ത് പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ പടവാളായി മാറേണ്ടത് നമ്മുടെ ജീവിതം തന്നെ സമർപ്പിച്ചുകൊണ്ടാണ്. വിശ്വാസബോധ്യത്തോടെ ദൈവവചനത്തെ പേറുന്നവരായി, ക്രിസ്തുവിനെ ധരിക്കുന്നവരായി ജീവിക്കാൻ കഴിയുമ്പോഴാണ് നമുക്കതിനെ അതിജീവിക്കാൻ കഴിയുക. മരണത്തെ ക്രിസ്തു അതിജീവിക്കുന്നത് മരിച്ചുകൊണ്ടാണ്. കുരിശിൽ മരിച്ചുകൊണ്ട് ഏറ്റവും നിന്ദ്യവും ഏറ്റവും പരിഹാസ്യവുമായ ഒരു മരണത്തിലൂടെ കടന്നു പോകുന്ന ക്രിസ്തു താൻ മരിച്ച കുരിശിനെ പോലും മഹത്വീകരിക്കുന്നു. തന്റെ ജീവാർപ്പണം വഴി മനുഷ്യകുലത്തെ മഹത്വത്തിലേക്ക് വീണ്ടെടുക്കുന്നു. ഒരിടയ്ക്ക് ഒരു സഹോദരൻ ചോദിച്ചു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരല്ലേ രക്ഷപ്പെടൂ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. വിശ്വാസം വഴിയാണ് രക്ഷ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം, അപ്പോഴേ രക്ഷിക്കപ്പെടൂ. പക്ഷേ ഈ ലോകത്ത് ആരെങ്കിലും യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കാൻ ഞാൻ കാരണമാകുന്നുണ്ടോ? മറ്റുള്ളവരിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയുന്ന വിധം ക്രിസ്തുവിലുള്ള ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? ഞാനാണ് ഈ ലോകത്ത് രക്ഷയുടെ അടയാളമായിട്ട് ആനുകാലിക ലോകത്ത് കാണപ്പെടുന്ന സഭ. ഞാനാണ്. അങ്ങനെ ഞാൻ സഭയായിരിക്കെ, ക്രിസ്തുഗാത്രത്തിന്റെ ഭാഗമായിരിക്കെ, എൻ്റെ ജീവിതം കൊണ്ട് ഈ ലോകത്തെ ജയിക്കാമെന്ന പാഠം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും വിശ്വസിക്കാത്തവനല്ല അപകടത്തിലായിരിക്കുന്നത്. ഈ വിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയാതെ പോയ എൻ്റെ ജീവിതമാണ് അബദ്ധത്തിൽ കലാശിക്കുന്നത്. ഒരു വേദനയെ എങ്ങനെ നേരിടണമെന്ന് വേദന അനുഭവിച്ചുകൊണ്ടാണോ കാണിച്ചു കൊടുക്കാൻ കഴിയുക? കേവലമായ സമാശ്വാസവാക്കിലാണോ? വേദന മാറാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന കേവല ഉപദേശത്തെക്കാൾ നിങ്ങൾ നേരിടുന്ന പ്രതികൂലത്തെ ഞാൻ നേരിടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഏറ്റവും നല്ല മാർഗം. വിശ്വാസം പഠിപ്പിക്കേണ്ടത് അങ്ങനെയാണ്. അത് പകർന്നു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അക്ഷരത്തിലൂടെ അല്ല വിശ്വാസം പഠിപ്പിക്കാൻ കഴിയുക. നമ്മൾ പലപ്പോഴും കരുതുന്നത് അക്ഷരത്തിലൂടെ പകർന്നു നൽകിയാൽ വിശ്വാസബോധ്യങ്ങൾ ഹൃദയത്തിൽ ഉറയ്ക്കുന്നതാണ്. ഒരു കാരണവശാലും അത് അങ്ങനെ ധരിക്കേണ്ട. നാം കാട്ടിക്കൊടുക്കുന്നത് വിശ്വാസത്തിന്റെ ജീവിതമാണ്. വിശുദ്ധാത്മാക്കളുടെ മാതൃക, പുണ്യാത്മാക്കളുടെ മാതൃക നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന പ്രശ്നം അതാണ്. വിശുദ്ധ ജീവിത മാതൃക. അൾത്താരവണക്കത്തിനും വിശുദ്ധ ജീവിത മാതൃകയ്ക്കുമായി വിശുദ്ധാത്മാക്കളെ സഭ നൽകുമ്പോൾ അതിന്റെ പിന്നിൽ ഈ ലക്ഷ്യമാണുള്ളത്. ജീവിതത്തെ പ്രയോഗവൽക്കരിക്കുക, വിശ്വാസത്തെ പ്രയോഗവൽക്കരിക്കുക, ക്രിസ്തുവിനെ ആനുകാലിക ലോകത്ത് അനുഭവപ്പെടുത്തുന്ന ജീവിതം നയിക്കാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ കേവലം മാനുഷികമായി എല്ലാ മനുഷ്യരും രക്ഷപ്പെട്ടിരിക്കുന്നു, ഇനി ഒന്നും നോക്കാനില്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. സകല മനുഷ്യർക്കും വേണ്ടിയാണ് രക്ഷ. ആ രക്ഷ അനുഭവിക്കാൻ ആർക്കെങ്കിലും കഴിയാതെ പോകുന്നുവെങ്കിൽ ആ രക്ഷ വെളിപ്പെടുത്തുന്നതിൽ ഞാൻ പരാജയപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ പ്രാധാന്യം എന്താണ്? എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ പ്രാധാന്യം അത് മനുഷ്യരക്ഷയെ ആനുകാലിക ലോകത്ത് അനുഭവപ്പെടുത്താനുള്ള ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് ഞാൻ നേരിടുന്ന കഷ്ടതയും ഞെരുക്കവും സഹനവും ഒക്കെ ക്രിസ്തുവിൽ എനിക്ക് നൽകപ്പെടുന്നത് ആനുകാലിക ലോകത്തിന് ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തി കൊടുക്കുക എന്ന ദൗത്യവുമായി ബന്ധപ്പെട്ടാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ
എനിക്കെതിരെയുള്ള ഏത് പ്രതിബന്ധത്തെയും എനിക്ക് അതിജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞു ഉപദേശി പാടുന്നത്, കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീർന്നിടും ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീർന്നിടും ഞാൻ. എന്റെ ജീവിതത്തിലുള്ള കഷ്ടാനുഭവങ്ങളെയും വേദനകളെയും സ്വീകരിച്ച് ക്രിസ്തുവിനെ ലോകത്ത് പുനരവതരിപ്പിക്കുക എന്ന ദൗത്യമുള്ളവനായി ഞാൻ മാറിയിരിക്കെ, ഞാൻ വിളിക്കപ്പെട്ടിരിക്കെ, കുറുക്കു വഴിയായി നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരാമെന്ന് പറയുന്ന കേവലമായ സങ്കേതങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ നയിക്കുന്നത് ഏത് വഴിക്കായിരിക്കും? ക്രിസ്തുവിന് ആനുകാലിക ലോകത്ത് അനുഭവപ്പെടുത്താനായിട്ട് ചിത്രീകരണങ്ങൾ കൊണ്ടൊന്നും സാധ്യമല്ല, ജീവിതം കൊണ്ടേ സാധ്യമാകൂ. അടികൊള്ളുമ്പോൾ ക്ഷമിക്കുന്ന, അപമാനമേൽക്കുമ്പോൾ ആഹ്ലാദിക്കുന്ന, കഷ്ടതയിലും ഞെരുക്കത്തിലും ദൈവത്തോട് പരാതി പറയാത്ത, ജീവിതത്തിന്റെ ദുരന്തങ്ങളെ, ജീവിതത്തിലെ സഹനങ്ങളെ ഒരു പാനപാത്രമായി സ്വീകരിച്ച് നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്ന യഥാർത്ഥ ക്രിസ്തുവിനെ ജീവിതത്തിന്റെ ഓരോ വഴിയിലും ഓരോ നിമിഷത്തിലും സന്ദർഭത്തിലും അനുഭവപ്പെടുത്തി പോവുക എന്ന ദൗത്യമാണ് നമുക്കുള്ളത്. അവിടെ നമുക്ക് വീഴ്ച ഉണ്ടാകുമ്പോൾ കർത്താവിൽ ശരണപ്പെടുകയെന്നേ ഉള്ളൂ. അതിനു പകരം കാര്യം കാണാനുള്ള താല്പര്യത്തിൽ നാം വീണുപോകുന്നു, കാലിടറുന്നു. ഈ ലോകത്ത് നൽകപ്പെടുന്ന ദുരന്താനുഭവങ്ങളും ദുരിതങ്ങളും ഒക്കെ പൈശാചിക തിന്മയുടെ പ്രവർത്തനമായി നമ്മൾ പറയുന്നു. അങ്ങനെ തിന്മയെ നേരിടാനായി കുറുക്കു വഴിയായി പ്രാർത്ഥനകൾ നമ്മൾ ഉണ്ടാക്കുന്നു, അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നു. വിശ്വാസത്തിൽ ഉറച്ചു കഴിയുമ്പോൾ ഒരാൾ എങ്ങനെയായി തീരുമെന്ന് റോമർ ലേഖനത്തിൽ 8:35 നമുക്ക് കാണാം. എങ്ങനെയാ പറയുന്നത്? പട്ടിണിയോ നഗ്നതയോ രോഗമോ ദുരിതമോ ആപത്തോ വാളോ എന്തു വേണമെങ്കിലും വന്നുകൊള്ളട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ക്രിസ്തു സ്നേഹത്തിലേക്ക് എത്രത്തോളം ഒരാൾക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുമോ, എല്ലാറ്റിനും ഉപരിയായി ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയുന്നുവോ, അവിടെയാണ് ഈ വേദനകളുടെ ലോകത്ത് നിന്ന് സൗഖ്യാനുഭവത്തിന്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുക. ജീവിതത്തിൽ നിരന്തരമായി വേദനകളും കഷ്ടതകളും അനുഭവിക്കുന്ന ലിസ്യുവിലെ കൊച്ചുലേസ്യ എങ്ങനെയാണ് ആനന്ദം അനുഭവിക്കുന്നത് ചോദിച്ചാൽ, അവളുടെ മുൻപിൽ ക്രിസ്തു മാത്രമേ ഉള്ളൂ. നമ്മുടെ മുൻപിൽ ലോകയാഥാർത്ഥ്യങ്ങൾ പത്തി വിടർത്തി ആടുമ്പോൾ അവയെ തകർക്കാൻ നമ്മുടെ കയ്യിലുള്ളത് സ്നേഹമെന്ന സവിശേഷമായ ഔഷധമാണ്. ആ സ്നേഹമാകട്ടെ ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് നിറവേറ്റാൻ പറ്റൂ, സാക്ഷാത്കരിക്കാൻ പറ്റൂ. ഞാൻ സ്നേഹമാണെന്ന് ഞാൻ എത്രത്തോളം എഴുതിയിട്ടും കാര്യമില്ല. എൻ്റെ ഒരു പ്രവൃത്തി വഴി നിങ്ങളുടെ അകത്ത് എനിക്ക് സ്നേഹം ജ്വലിപ്പിക്കാൻ പറ്റുമെങ്കിൽ, സ്നേഹം അനുഭവപ്പെടുത്താൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ എഴുതുന്ന ആ വാക്ക് ക്രിസ്തു എന്ന് തന്നെയായിരിക്കും. നമ്മൾ എത്രയോ പേരെയാണ് ആക്ഷേപിക്കുന്നത്, എന്തൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, അവരെന്നെ എങ്ങനെയാണ് കാണുന്നത്. ഈ കുഴപ്പമൊക്കെ നിലനിൽക്കുന്നത് നമ്മുടെ വിശ്വാസബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് നാം വ്യതിചലിക്കുന്നു എന്നിടത്താണ്. അതുകൊണ്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യം, യേശുക്രിസ്തുവിനായിത്തീരുക എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ദൗത്യമാണ്. ആ വിശ്വാസമാകട്ടെ കേവല കാര്യസാധ്യത്തിനുള്ളതല്ല. വിശ്വാസത്തിൽ അടിയുറച്ച ബോധ്യം നമുക്കുണ്ടാകണം. ആത്മീയ പാഠങ്ങളിൽ വ്യക്തമായി നാം ധരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നാം ഈ ലോകത്ത് ജീവിക്കുന്നത് ഈ ലോകത്തിലെ താൽക്കാലിക കാര്യങ്ങൾ ക്രിസ്തുവിനെ ഉപയോഗിച്ച്, വിശുദ്ധരെ ഉപയോഗിച്ച് പ്രാർത്ഥനകൾ നടത്തി മാറ്റിയെടുക്കാമെന്ന കുറുക്കു വഴിയായിട്ടല്ല വിശ്വാസത്തെ നമ്മൾ കാണുന്നത്. വിശ്വാസം എന്നത് ഈ ലോക യാഥാർത്ഥ്യങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി എങ്ങനെ ഉപകാരപ്പെടുത്താം, നിത്യതയിലേക്കുള്ള യാത്രയിൽ ഈ ജീവിതാനുഭവങ്ങളെ എങ്ങനെ ഉപയുക്തമാക്കാമെന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് ഭൗതിക ക്ലേശങ്ങളും ലോകത്തുണ്ടാകുന്ന കാര്യങ്ങളും ലോകത്തുണ്ടാകുന്ന പ്രതികൂലങ്ങളും അപമാനങ്ങളും ഒക്കെ നീക്കിക്കളയുന്ന, നമ്മുടെ ജീവിതയാത്ര സുഗമമാക്കുന്ന ഒരു പാതയായിട്ടല്ല വിശ്വാസത്തെ കാണേണ്ടത്. വിശ്വാസത്തിന്റെ പാത ഈ ജീവിതത്തിന് ഉപരിയായ ഒന്നായിട്ട് കാണാൻ പറ്റണം. അതുകൊണ്ട് ഈ ലോകത്തെ കഷ്ടതകളും ഞെരുക്കങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുമ്പോൾ പരാതിപ്പെടാതെ ക്രിസ്തുവിൽ അവയെ സ്വീകരിക്കുന്നവരായിട്ട് നമ്മൾ മാറുമെങ്കിൽ മാത്രമേ നമുക്കിതിനെ അതിജീവിക്കാൻ പറ്റൂ. ഈ ലോകത്തെ അതിജീവിച്ചേ മതിയാവൂ. നിത്യതയുടെ ലോകം ഐഹികമല്ല എൻ്റെ രാജ്യമെന്ന് ക്രിസ്തു പറയുന്നത് പീഡകളുടെ നടുവിൽ നിന്നുകൊണ്ടാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല. ദൈവികമായ രാജ്യം ഐഹികമല്ലെന്ന് പറയുന്നത് കേവലം മരണശേഷം ഒരു സ്വർഗമുണ്ട് എന്ന ഒരു മോഹം ജനിപ്പിക്കാൻ വേണ്ടിയല്ല, അതൊരു ജീവിത യാഥാർത്ഥ്യത്തിനകത്ത് അനുഭവപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നാം തിരിച്ചറിയണം, നാം ജീവിക്കുന്നത് വിശ്വാസത്തിനകത്താണെങ്കിൽ ആ വിശ്വാസം ദൈവത്തോടുള്ള ഒരു പ്രത്യുത്തരമാണ്.
കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് പറയാണ്, തന്നെ വെളിപ്പെടുത്തുകയും തന്നെ മനുഷ്യന് പ്രദാനം ചെയ്യുകയും സ്വജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അന്വേഷിക്കുകയും ചെയ്യുന്ന മനുഷ്യന് അതിസമ്പുഷ്ടമായ പ്രകാശം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 26-ാം ഖണ്ഡിക പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ക്രിസ്തുവിന്റെ ജീവിതാനുഭവത്തിനകത്ത് കണ്ടെടുക്കാനും കഴിയുന്ന പ്രകാശം നമുക്ക് പകർന്നു നൽകുന്ന ദൈവത്തിന് നാം നൽകുന്ന പ്രത്യുത്തരം എങ്ങനെയാണ് പ്രത്യുദ്ധരിക്കേണ്ടത്? ക്രിസ്തു പ്രത്യുദ്ധരിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. മറ്റെവിടെയും അന്വേഷിക്കേണ്ടതില്ല. യേശുക്രിസ്തുവിലേക്ക് നോക്ക്. ജീവിതത്തിൽ താൻ നേരിടുന്ന അനുഭവങ്ങളെ ക്രിസ്തു എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? പരിശുദ്ധ അമ്മ ജീവിതത്തിൽ തനിക്ക് നേരിട്ട പ്രതികൂലങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഇതാ കർത്താവിന്റെ ദാസന്റെ വാക്കിൽ നിറവേറട്ടെ എന്ന് മറിയം പറയുമ്പോൾ മറിയം സ്വീകരിക്കുന്നത് ഏതു തരം ഒരു ലോകത്തെയാണ്? ദുരിതപൂർണമായ ജീവിതത്തിന്റെ അവസ്ഥകളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന അവളെക്കുറിച്ച് എലിസബത്ത് പറയുന്നത്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതിന്റെ തുടർച്ചയായി ക്രിസ്തു നമ്മോട് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ലോകത്ത് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ്, പീഡകളുടെ ലോകത്തൂടെ കടന്നു പോകുന്നതിന് തൊട്ടു മുൻപ് ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 16:30 മുതൽ നമുക്കത് വായിക്കാം. ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാനാണ്. നിങ്ങൾക്ക് ലോകത്ത് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അങ്ങനെ ലോകത്തെ ജയിച്ച ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്താൻ വിളിക്കപ്പെട്ട നാം ഈ നിസ്സാരമായ വേദനകൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകുന്നു. നമ്മുടെ ആത്മബലമില്ലായ്മയാണ്. അവിടെയാണ് നാം ശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം ചേർത്ത് പിടിക്കുന്നത്, പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കുന്നത്. എന്നെ സഹായിക്കണമേ, നിങ്ങൾ ഈ ദുരിത വഴിയിലൂടെയൊക്കെ നടന്നു വന്നല്ലോ, അങ്ങനെ നടന്നു വന്ന വഴിയിലൊക്കെ കഷ്ടത ഉണ്ടായപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ ബലം പ്രാപിച്ച് ജീവിച്ചല്ലോ, നിങ്ങളുടെ ആ ബലം അല്പം ഞങ്ങൾക്ക് തരണമേ. ഇതിന്റെ പേരാണ് മാധ്യസ്ഥം. അല്ലാതെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെ നീക്കിത്തരാനുള്ള കുറുക്കു വഴിയായി ഈ വിശുദ്ധാത്മാക്കളെ പ്രയോഗിക്കുന്നതല്ല. സഹിച്ചും വേദനിച്ചും അനുഭവമുള്ള ഒരാൾക്ക് മറ്റൊരാളെ ആശ്വസിപ്പിക്കാൻ പറ്റും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മിക്കവാറും സ്ത്രീകൾ ഗർഭിണിയാകുമ്പോൾ തങ്ങളുടെ അമ്മ കൂടെ വേണമെന്ന് ആഗ്രഹിക്കും. തങ്ങളുടെ അമ്മ കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് സമാധാനമാവും. എത്ര സ്നേഹിക്കുന്ന ഭർത്താവുണ്ടെങ്കിലും ഗർഭിണിയായി പ്രസവത്തോടടുക്കുന്ന സമയത്ത് സ്ത്രീ ആഗ്രഹിക്കുന്ന അമ്മയാണ്. കാരണം പ്രസവിച്ച അനുഭവമുള്ള ഒരുവൾ അവളുടെ കൂടെയുണ്ട്. അവളെ പെറ്റ ഒരുവളാണ് കൂടെയുള്ളത്. അവൾ ഈ പ്രസവത്തിന് ധൈര്യം നൽകും. ആ ധൈര്യം ഒരു അനുഭവം പകരുന്ന ധൈര്യമാണ്. ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ധൈര്യം എന്താ? അവൻ കുരിശിൽ മരിച്ചു, മരിച്ചിട്ടും അവൻ ഉയർത്തു. അവൻ മരിക്കുന്ന വേദന അനുഭവിച്ചെങ്കിലും അവൻ ഉയർത്തിട്ടുണ്ട്. അങ്ങനെ മരണത്തെ ഉദ്ധാനമാക്കി മാറ്റാൻ കഴിയുന്ന ഒരുവൻ കൂടെയുണ്ട്. മരണം അവസാന വാക്കല്ലെന്ന് പറയാൻ കെൽപ്പുള്ള ഒരുവൻ. അവന്റെ സാമീപ്യമാണ് മരണഭയത്തിൽ നിന്ന് മോചനം നൽകുക. അവൻ പീഡകൾ സഹിച്ചു. അവന്റെ മുറിവുകൾ ഉണങ്ങാതിരിക്കുമ്പോഴും അത് സൗഖ്യം നൽകുന്നതിന് കാരണമായിട്ട് മാറുന്നത് എങ്ങനെയാണ്? അവൻ മുറിവേറ്റിട്ടുണ്ട്. മുറിവ് ഏൽക്കുമ്പോൾ അനുഭവം അവനറിയാം. എന്റെ മുറിവുകൾ അവനോട് ചേർത്ത് വെക്കാൻ പറ്റും. എന്റെ ദാരിദ്ര്യത്തെ അവനോട് ചേർത്ത് വെക്കാൻ പറ്റും. എന്റെ കഷ്ടതയെ ചേർത്ത് വെക്കാൻ പറ്റും. എനിക്കങ്ങനെ എന്റെ ജീവിതാവസ്ഥകൾക്കകത്ത് ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയും. ഈ ലോകത്തിന് അനുഭവപ്പെടുത്താൻ കഴിയും. നിങ്ങളെന്നും ദാരിദ്ര്യം അനുഭവിക്കട്ടെ എന്നോ, രോഗം അനുഭവിക്കട്ടെ എന്നോ, കഷ്ടതയും ഞെരുക്കവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നോ, ഇങ്ങനെ ദുരിതം അനുഭവിച്ച് നിങ്ങൾ ഈ ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ് ഞാൻ പറയുന്നതെന്ന് തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ ഹൃദയബോധ്യത്തിനകത്ത് ക്രിസ്തു അനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിശ്ചയമായും ഈ വെള്ളത്തിന് മീതെ നടക്കാൻ പറ്റും. മുങ്ങിത്താഴില്ല. ഒരു ആത്മീയ ശക്തി നിങ്ങൾക്കുണ്ടാവും. മുങ്ങിത്താഴാത്ത വിധം നിങ്ങൾക്ക് കരുത്തുള്ള ഒരു ശക്തി നിങ്ങളോട് കൂടെ വരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് അങ്ങനെ ആശ്രയിക്കാൻ കഴിയും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അടിപതറിപ്പോകുമ്പോൾ താങ്ങായ ഒരുവനുണ്ടെന്നും നിങ്ങളെ മനസ്സിലാക്കാത്ത ലോകത്തെ പോലെയല്ല, നിങ്ങളുടെ ഹൃദയബോധ്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരുവൻ കൂടെ ഉണ്ടെന്ന് തോന്നുമ്പോൾ നിങ്ങൾ പോകുന്ന വഴിയിലൊക്കെ നിങ്ങൾക്ക് ബലത്തോടെ യാത്ര ചെയ്യാൻ പറ്റും, അതിജീവിക്കാൻ പറ്റും. ക്രിസ്തുബന്ധത്തിൽ മുന്നേറാനായിട്ടാണ് വിശുദ്ധാത്മാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. അവരാരും ഈ ലോകത്ത് സൗഭാഗ്യങ്ങൾ തേടിപ്പോയവരല്ല. സ്വന്തം കാര്യം കാണാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ചവരല്ല.
ഈ വിശുദ്ധാത്മാക്കളോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ, സമരസഭയിലെ അംഗങ്ങളായ നമ്മൾ എങ്ങനെയാണ് ശരീരത്തെയും ജീവിതത്തെയും നമുക്കുള്ളവയെയും ഉപയോഗിക്കേണ്ടതെന്ന് വ്യക്തമായ പാഠം നൽകുന്നവരാണ് ഓരോ വിശുദ്ധാത്മാവും. ജീവിതത്തിന്റെ സഹന നിമിഷങ്ങളെ എങ്ങനെയാണ് ദൈവാനുഭവത്തിന്റെ വേദിയാക്കി മാറ്റാമെന്നത് തെളിയിച്ചു തന്നവരാണവർ. ഈ വിശുദ്ധാത്മാക്കളുടെ വഴിയെ ചരിക്കുന്ന നമ്മൾ എങ്ങനെയാണ് അന്ധവിശ്വാസങ്ങളിൽ കുരുങ്ങിപ്പോകുന്നത്? അവിടെ അടിസ്ഥാനപരമായി വിശ്വാസം സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാടിൽ വീഴ്ച ഉണ്ടായിരിക്കുന്നു, വിള്ളലുണ്ടായിരിക്കുന്നു. ആ വിള്ളൽ ഇതാണ്: കാര്യം കാണുക എന്നതാണ് അടിസ്ഥാന ലക്ഷ്യം എന്നതിലേക്ക് തരം താഴുന്നു. ഈ ലോകത്തിലെ കാര്യങ്ങൾ കാണുന്നതാണ് പ്രധാനമെന്ന തെറ്റിദ്ധാരണയിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഇവ നേടിയെടുക്കാനുള്ള കഠിന ശ്രമങ്ങൾക്കിടയ്ക്ക് എന്ത് അന്ധവിശ്വാസത്തെയും ഈ ലോകം പണ്ടേ ഉപേക്ഷിച്ച പ്രാകൃതമെന്ന് പറയുന്ന ഏതൊരു അന്ധവിശ്വാസത്തെയും എടുത്ത് കൂടെ ചേർക്കും. എന്നിട്ട് അത് സാധൂകരിക്കാൻ ദൈവവചനം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കും. പഴയ നിയമത്തിലെങ്കിലും ഒരു വാക്ക് കണ്ടു കിട്ടിയാൽ ആ വാക്കെടുത്ത് ഈ പറഞ്ഞ അന്ധവിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ചേർത്ത് വെക്കും. അങ്ങനെ ഒരു അന്ധതയിൽ, ഒരു മായിക ലോകത്ത് ജീവിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിന്റെ വഴിയെ നമ്മൾ കൈവെടിയും. വിശ്വാസം എന്നത് ബലത്തോടെ, ഉറപ്പോടെ ക്രിസ്തുവിൽ മുന്നേറാനുള്ള ഒരു ജീവിത ദർശനമാണ്. ആ ദർശനം മാനുഷികമായ പരിമിതികളിൽ പെട്ടുപോകുമ്പോൾ അവിടെ ദൈവത്തിന്റെ ദാനമായ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും രക്ഷയിലേക്ക് പ്രവേശിക്കാൻ വിശ്വാസത്തിന്റെ വഴിയെ ഉറച്ച് യാത്രയും ചെയ്യാൻ നമുക്ക് കഴിയണം. ഈ താല്പര്യം വെച്ചിട്ടാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ നമ്മൾ സംസാരിക്കുന്നത്. വിശ്വാസപ്പിഴവുകൾ നിങ്ങളെ മൂടുമ്പോൾ അവയെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ വിശ്വാസത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കാൻ ഇടയാകുന്നുവെങ്കിൽ തിരികെ നടക്കട്ടെ. ഒരു ഓർമ്മപ്പെടുത്തലിന്റെ, ഒരു റിമൈൻഡിങ്ങിന്റെ അനുഭവം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് കരുതിയാണ്. അതുകൊണ്ട് അന്ധവിശ്വാസത്തിന്റെ വ്യാപാരികളെന്ന് ശുശ്രൂഷ നമ്മൾ അവസാനിപ്പിക്കില്ല. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പറയുന്നത് നിർത്തില്ല. വിശ്വാസം വഴിയെ ചരിക്കണമെന്ന് ആഹ്വാനം നിർത്തില്ല. ഇതൊന്നും മാനുഷികമായി നമ്മുടെ താല്പര്യം കൊണ്ട് ചെയ്യുന്നതല്ല. ഇതെല്ലാമാണ് പരമമായ സത്യമെന്ന് ഒരു ബോധ്യമുള്ളതുകൊണ്ടും ജീവിതത്തിൽ അത് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടുമാണ്. ജീവിതത്തിൽ നേരിട്ട പ്രതികൂലങ്ങൾക്കകത്ത് ക്രിസ്തുവിൽ എങ്ങനെയാണ് മുൻപോട്ട് പോകാൻ കഴിഞ്ഞത് എന്ന ഉറപ്പുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തീർച്ചയായും കഴിയും. യേശുക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിലുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിരന്തരം സഹായിക്കും. വിശുദ്ധാത്മാക്കളുടെ കൂട്ടായ്മ നിങ്ങളോട് കൂടെയുണ്ട്. ഒരു വഴിയിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു സഹനത്തിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ആനുകാലിക ലോകത്തെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ഓരോ സഹനവും, നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും രക്ഷയെ അടയാളപ്പെടുത്തുന്നവയായി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കാണുക. അതേസമയം തന്നെ ക്രിസ്തുവിൽ നമുക്കെല്ലാം സാധ്യം എന്ന പരമമായ യാഥാർത്ഥ്യത്തെ മുറുകെ പിടിച്ച് ജീവിത പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ മറികടക്കാൻ ആത്മവീര്യമുള്ള, വിശ്വാസബോധ്യമുള്ള ഒരു ജീവിതം പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നേരിടുന്ന പ്രതികൂലങ്ങളെ നേരിട്ടും വിശ്വാസത്തിനെതിരായി വരുന്ന തിന്മകളെ ചെറുത്തു തോൽപ്പിച്ചും ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.